തെറ്റിദ്ധരിക്കുകയും ചെയ്യും. സാരയില്ല, മോള് കരയാതിരിക്കെ. ആ പ്രണവും പവിത്രനും ഇപ്പൊ നിധിയുടെ കസ്റ്റഡിയില്ല. നാളെ അവര് വന്ന് നമുക്കെതിരെ തന്നെ മൊഴി കൊടുക്കും, അതുറപ്പാ. എന്റെ വിഷമം അതല്ല CKC. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാലും നമുക്ക് അനുഭവിക്കാം. പക്ഷെ നമ്മൾ തട്ടിക്കൊണ്ടുപോയത് എന്തിനാണെന്ന് പ്രണവിനെ എങ്ങനെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കും? അതൊരു വലിയ പ്രശ്നം തന്നെയാ. പക്ഷേ ഞങ്ങളാണ് ചെയ്യിച്ചതെന്ന് മോള് പറഞ്ഞാലേ അവൻ വിശ്വസിക്കും. ഗൗതമോ നിധിയോ പവിത്രനോ പറഞ്ഞെന്ന് കരുതി പ്രണവ് അത് വിശ്വസിക്കില്ല. അതിൽ വേറൊരു പ്രശ്നം കൂടി ഉണ്ട് CKC. ഇപ്പൊ ശിവാനി പ്രണവിനോട് പറയുകയാണ് CKC അങ്കിളും ജ്യോതി ആന്റിയും കൂടെ ചേർന്നാണ് നിന്നെ തട്ടിക്കൊണ്ടു പോയതെന്ന്. ഇപ്പൊ പെട്ടിയും കിഴക്കെടുത്ത് ഇവിടെ ഇറങ്ങിയതുപോലെ പ്രണവ് ശിവാനിയുടെ കൈയും പിടിച്ച് ആ നിമിഷം ഈ വീട്ടിൽ നിന്നിറങ്ങും. പക്ഷെ ഈശ്വരമംഗലത്തുകാര് ശിവാനിയെ ആ വീട്ടിൽ കയറ്റോ? ഗൗതമും നിധിയും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടക്കില്ല. തിരികെ സ്വന്തം വീട്ടിലേക്ക് പോകാന്ന് വെച്ചാൽ അതും നടക്കില്ല. പ്രണവിനോട് മോൾ ഈ സത്യം പറഞ്ഞാൽ അവസാനം വഴിയാധാരമാകാൻ പോകുന്നത് മോള് തന്നെയായിരിക്കും. മോൾ ആലോചിക്ക്, എന്നിട്ട് തീരുമാനിക്ക് പ്രണവിനോടെല്ലാം പറയണോ വേണ്ടയോ എന്ന്. പ്രണവിന്റെ മനസ്സില് നിധി ഗൗതമം തട്ടിക്കൊണ്ടു പോയി തന്നെ ഇരിക്കട്ടെ. ഞാനായിട്ടൊരിക്കലും ഒന്നും പറയില്ല. നമ്മുടെ മോള് നമ്മുടെ കൂടെ ഉണ്ടല്ലോ, നമ്മളെ വിശ്വസിക്കുന്നുണ്ടല്ലോ. ഇതിൽ കൂടുതൽ എന്താ ജ്യോതിർമയി നമുക്ക് വേണ്ടത്? ഗൗതമനെ ഇതുവരെയും കൊണ്ടുവന്നില്ലല്ലോ മാഡം. അതൊന്നും ഓർത്ത് നമ്മൾ ടെൻഷൻ ആവണ്ട. കൃത്യസമയത്ത് ഗൗതമനെ പോലീസുകാർ കോടതിയിൽ ഹാജരാക്കിക്കൊള്ളു. അല്ല, പ്രണവ് എവിടെ? ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയതാ. അവനെ കൊണ്ടുവന്ന് ആ ശിവാനിയുടെ മുമ്പിൽ ഇട്ടുകൊടുക്കണ്ടെന്ന് കരുതി. സമയമാകുമ്പോഴേക്കും അമ്മയായിട്ട് അവനിങ്ങ് എത്തിക്കോളും. പ്രണവിനെ വെച്ച് ഗൗതമിനെ ജയിലിൽ നിന്ന് ഇറക്കാൻ പോകുന്നതിന്റെ ഒരു അഹങ്കാരം അവളുടെ മുഖത്ത് കണ്ടോ? അത്ര പെട്ടെന്ന് പ്രണവിനെ കൊണ്ട് അനുകൂല മൊഴി കൊടുപ്പിക്കാന്ന് നിധി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ആന്റി. ഒന്നും നടക്കാൻ പോകുന്നില്ല. എവിടെ? എന്ത്? എന്റെ പ്രണവ് എവിടെന്ന്? എന്റെ എന്ന് സ്വയം ചേർത്ത് വിളിച്ച് ശീലിക്കുന്നത് നല്ലതാ. പ്രണവ് സ്വന്തമാണെന്ന് സ്വയം ഒന്ന് ബോധ്യപ്പെടാൻ അത് ഉപകരിക്കും. കൂടുതൽ വാചക കസരത്തൊന്നും വേണ്ട. പ്രണവ് എവിടെയെന്നാ നിന്നോട് ചോദിച്ചത്? അതൊക്കെ സമയത്തിങ്ങ് എത്തിക്കോളും. എത്തുക മാത്രമല്ല, യഥാർത്ഥ സംഭവങ്ങൾ എന്താണെന്ന് അവൻ കോടതിക്ക് മുൻപിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. ആ മനോഹര ദൃശ്യം കാണാൻ, അത് കണ്ട് ആസ്വദിക്കാൻ മാഡവും കോടതി മുറിയിൽ ഉണ്ടാവുമല്ലോ അല്ലേ?
നിന്റെ ആ സ്വപ്നം ഒന്നും നടക്കാൻ പോണില്ല. നീ പ്രണവിനെ കൂടെ നിർത്തി ചതിച്ച് കാര്യം സാധിക്കാന്ന് കരുതിയിട്ടുണ്ടെങ്കിലേ അതിന്ന് കോടതി മുറിയിൽ തകർന്നു വീഴുന്നതായിരിക്കും കാണാൻ പോകുന്നത്. നീ ഇപ്പൊ പറഞ്ഞില്ലേ പ്രണവിനെ ചതിച്ചുവെന്ന്? ആ ചതിയുടെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് അറിയണമെങ്കിൽ ദേ നിൽക്കുന്നില്ലേ നിന്റെ ആന്റി. ആ മാഡത്തിനോട് ചോദിച്ചു നോക്ക്. എക്സ്പേർട്ട് ആണ് ആള്. പാവം പ്രണവിനെ പിടിച്ചുകൊണ്ടുപോയി പൂട്ടിയിട്ട് ആ പഴി ഗൗതമിന്റെ എന്റെയും തലയിൽ വെച്ച് കെട്ടി നിരപരാധിയായ ഗൗതമിനെ ജയിലിലാക്കാൻ ചതിക്കുഴി ഒരുക്കിയ മാഡമാണ് ആ നിൽക്കുന്നത്. നീ ഇനി ശിവാനി മോളുടെ മനസ്സിൽ കൂടി വിഷം കുത്തിവെക്കാന്ന് കരുതണ്ട. ഞാനും CKC എന്താണെന്നും ഏതാണെന്നും മോൾക്ക് നന്നായിട്ട് അറിയാം. ശിവാനി മോൾക്ക് മാത്രമല്ല, പ്രണവിനും അതറിയാം. നീ നോക്കിക്കോ, ഞങ്ങൾക്ക് അനുകൂലമായി തന്നെയായിരിക്കും പ്രണവ് മൊഴി കൊടുക്കുന്നത്. അത് മാത്രമല്ല, ഗൗതം ആജീവനാന്തകാലം ജയിലിലും പോകും. എന്തായി കാര്യങ്ങള്? ഗൗതം, നമ്മൾ രക്ഷപ്പെട്ടു ഗൗതം. പവിത്രനെ ഞാൻ കണ്ടുപിടിച്ചു. അവൻ പ്രണവുള്ള സ്ഥലം കാണിച്ചു തരികയും ചെയ്തു. പ്രണവ് ഇപ്പൊ നമ്മുടെ കൂടെയുണ്ട്. അവനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്ക് അനുകൂലമായ മൊഴി കൊടുക്കും അവൻ സമ്മതിച്ചിട്ടുണ്ട്. എന്നിട്ട് അവനോടെ? അവനും അമ്മയും കൂടി ഇപ്പൊ വരും. എനിക്ക് വക്കീലിനെ കണ്ട് ചില കാര്യങ്ങൾ ഏർപ്പാടാക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ ഇങ്ങ് പോന്നു. അപ്പോ ഇനി പ്രശ്നമൊന്നുമില്ലല്ലോ? ഒരു പ്രശ്നവുമില്ല. എല്ലാ സത്യവും ഇന്ന് കോടതിക്ക് ബോധ്യപ്പെടും. യഥാർത്ഥ പ്രതികൾ ആരാണോ അവർക്കെതിരെ നടപടിയും ഉണ്ടാവും. ഇവര് നേരത്തെ എത്തുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് പ്രണവിനെ വൈകിപ്പിച്ചത്. അവസാന നിമിഷം പ്രണവിനെ കൊണ്ടിട്ട് കൊടുത്ത ഇവരെന്തേലും പറഞ്ഞ് മനസ്സ് മാറ്റി കളഞ്ഞാലോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്നാലൊരു മുൻകരുതല് അത് നല്ലതല്ലേ?